ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഇന്നാസ് കിച്ചൻ. ഇന്ന് നമ്മൾ പതിവ് പോലെ കുക്കിംഗ് അല്ല ചെയ്യുന്നത്, പകരം ഇന്നൊരു വ്ളോഗിങ് വീഡിയോ ആണ്. അപ്പം നമ്മൾ പോകാൻ പോകുന്നത് ഖത്തർ നാഷണൽ ലൈബ്രറി എന്ന് പറഞ്ഞ ഖത്തറത്തെ ഒരു ലൈബ്രറിയാണ്. അപ്പോൾ നമുക്ക് നേരെ പോകാം. മെട്രോ വഴിയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇതേ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അനിയനും ഉമ്മയും ഞാനും ആണ് കേട്ടോ പോകുന്നത്. ഇതേ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ബസ് ഇതേ വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ കയറാം. ഇത് മെട്രോ ലിങ്ക് ബസ്സാണ്. ഇവിടെ ഫ്രീ ആണ്. മെട്രോൻ്റെ കാർഡോ അല്ലെങ്കിൽ കർവാജേനി ആപ്ലിക്കേഷനോ വെച്ചിട്ട് ഇതിൽ കയറാൻ പറ്റും. അപ്പം ഇത് നമ്മൾ ഏതെങ്കിലും അതിൻ്റെ ഒരു പോയിൻ്റ് ഉണ്ടാവും. ആ പോയിൻ്റ് വിട്ടിട്ട് മെട്രോ സ്റ്റേഷൻ വരെയാണ് ഇത് പോവുക. ഇത് ഇപ്പോൾ നമ്മൾ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. മത്താർ കദീം സ്റ്റേഷനിലാണ് കേട്ടോ. നമ്മൾ മത്താർ കദീം സ്റ്റേഷനിൽ നിന്ന് മിഷിബിൽ പോയിട്ട് മിഷിബിൽ നിന്ന് ഗ്രീൻ ലൈനിൽ നാഷണൽ ലൈബ്രറി സ്റ്റേഷനിലോട്ടേക്കാണ്. അപ്പോൾ ഒന്ന് താഴോട്ടേക്ക് എക്സിലേറ്റർ ഇല്ല, മേലോട്ടേക്കുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ട്രെയിനിലോട്ടേക്ക് കയറാം. മത്താർ കദീം മെട്രോ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ലോങ് ആണ്. ഇവിടെ എങ്ങോട്ട് പോയാലും ടൂർ ചെയ്യാനാണ് കേട്ടോ ഫെയർ. അപ്പോൾ ഇതേ നമ്മൾ ഉള്ളിലോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ കാർഡ് പഞ്ച് ചെയ്തിട്ട് കയറാൻ പറ്റുന്നതാണ് കേട്ടോ. മെട്രോവിൻ്റെ കാർഡ് അല്ലാന്നുണ്ടെങ്കിൽ ഇത് പേപ്പർ ടിക്കറ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് നേരെ ട്രെയിനിൻ്റെ അടുത്തോട്ടേക്ക് പോവാം. നമ്മുടെ ട്രെയിൻ ഇതേ വന്നിട്ടുണ്ട്. കറക്റ്റ് ടൈമിംഗ് ആണ് കേട്ടോ. നമുക്ക് നേരെ കയറാം. ഇപ്പം ഞങ്ങളുടെ കയ്യിലുള്ളത് സ്റ്റാൻഡേർഡ് ട്രാവൽ കാർഡാണ്. അതുപോലെ ഗോൾഡ് കാർഡ് ഉണ്ട്. അത് ഗോൾഡിലാണ് കയറാൻ പറ്റുക. അപ്പോൾ നമുക്ക് നേരെ ഇരിക്കാം. അപ്പോൾ ഇതേ നാഷണൽ ലൈബ്രറി സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. മിഷീബിൽ നിന്ന് ഗ്രീൻ ലൈനിൽ കയറിയിട്ടാണ് കേട്ടോ നമ്മൾ നാഷണൽ ലൈബ്രറിയിലോട്ടേക്ക് എത്തുക. അപ്പോൾ കാർഡ് പഞ്ച് ചെയ്തിട്ട് നേരെ കയറാം. ഇതാണ് നമ്മുടെ നാഷണൽ ലൈബ്രറി എന്ന് പറയുന്നത്. ഇതൊരു വലിയൊരു പ്ലേസാണ്. ഇവിടെ ഏകദേശം മോർ ദൻ 1 മില്യൺ ബുക്സ് ഉണ്ട് ലൈബ്രറിയിൽ. അപ്പോൾ മറ്റൊന്ന് അടുത്ത് തന്നെയാണ്. ആ കാണുന്നതാണ് ലൈബ്രറി എന്ന് പറയുന്നത്. നമുക്ക് നേരെ അടുത്തോട്ടേക്ക് പോവാം. അപ്പം നമ്മളിത് ഏകദേശം എത്തിയിട്ടുണ്ട്. കുറച്ചും കൂടെ ഉള്ളൂ. ഇതൊരു ബുക്ക് ഷേപ്പിലാണ് കേട്ടോ ലൈബ്രറി വരുന്നത്. ഒരു വലിയൊരു ബുക്കാണ്. ഞാൻ പറഞ്ഞില്ലേ 1 മില്യൻ്റെ മേളിൽ ബുക്ക് ഉണ്ട്. ഒരു ബുക്ക് ഷേപ്പിലാണ് കേട്ടോ ഇതുള്ളത്. അപ്പം നമുക്ക് നേരെ ഉള്ളിലോട്ടേക്ക് കയറാം. ഇവിടെ അടുത്ത് തന്നെ ഒരു ഫൗണ്ടെയിന് പോലെ വെള്ളം വെച്ചിട്ട് ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്കിനി നേരെ ഉള്ളിലോട്ടേക്ക് കയറാം. ഫൈനലി നമ്മളിത് ഉള്ളിലെത്തിയിട്ടുണ്ട്. ഫുള്ളായിട്ട് എത്തിയിട്ടില്ല. ഇനി ഇവിടുന്ന് നേരെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈബ്രറി എത്തുന്നതാണ്. വലിയൊരു എന്താ പറയുക, ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ വലിയൊരു ലൈബ്രറി എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ മെമ്പർഷിപ്പ് കാർഡ് ഫ്രീ ആയിട്ട് കിട്ടിയത് ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഇവിടെ വന്നാൽ മതി. അപ്പോൾ നമുക്ക് കിട്ടും. എത്ര ടൈമുണ്ട് കാർഡ് പ്രിൻ്റ് ചെയ്ത് കിട്ടാൻ. അല്ലെങ്കിൽ നിങ്ങളുടെ ഖത്തർ ID വെച്ചിട്ട് ബുക്ക് ബോറോ ചെയ്യാനൊക്കെ പറ്റും. അതേപോലെ ഇത് ഓൺലൈനിലാണ് കേട്ടോ രജിസ്റ്റർ ചെയ്യുന്നത്. ഇത് വലിയൊരു ലോകമാണ് കേട്ടോ. ഇത് നമ്മുടെ മലയാളം ബുക്സും ഒരുവിധം എല്ലാം ഉണ്ട്. അതേപോലെ ഇവിടെ ഏത് ബുക്കാണോ നമുക്ക് വേണ്ടത് അതിവിടെ ഓരോ ടാബ്ലറ്റ്സ് ഉണ്ടാവും. അതിൽ നിങ്ങൾ അടിച്ചു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡിസ്പ്ലേ ഉണ്ടാവും. അതിൽ നിങ്ങൾ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ബുക്ക് എവിടെയാണ് ഇരിക്കുന്നത് ഈ റാക്കിൽ ഈ നമ്പറിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. അതേപോലെ ഒരു ഡിസ്പ്ലേ ഉണ്ടാവും. ഇതിൽ നമുക്ക് ഏത് ബുക്കാണ് വേണ്ടത് വെച്ചാൽ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ റാക്കിൽ ഇത്ര നമ്പർ അതുപോലെ എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. എല്ലാ ഡീറ്റെയിൽസും കിട്ടും. ഞങ്ങൾ ഇവിടുന്ന് ഓൾറെഡി 3 ബുക്സ് കുറച്ച് ദിവസം മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒരു ബുക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അത് 21 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് തിരിച്ചിവിടെ കൊടുത്താൽ മതി. അതേപോലെ ബുക്ക് എടുക്കുക, എന്നിട്ട് 21 ദിവസത്തിനുള്ളിൽ കൊണ്ടുപോയി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈൻ ഉണ്ടാവും. അതേപോലെ മാക്സിമം കറക്റ്റ് സമയത്ത് തന്നെ കൊടുക്കാം. നമുക്ക് ഖത്തറിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇങ്ങോട്ടൊക്കെ വരണം കേട്ടോ. ഇവിടെ വിസിറ്റിന് വരുന്നവർ, അതേപോലെ ഇവിടെ ഖത്തറിലുള്ളവർ എല്ലാവരും പറ്റുന്നതും ഇത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ് ഇത്. അതേപോലെ ഇതിൻ്റെ മേളിൽ നമ്മുടെ വേൾഡ് കപ്പിൽ അതായത് സ്റ്റേഡിയംസിൻ്റെ 3D വീഡിയോസ്, അതേപോലെ ബുക്സ് ബോള്, അതേപോലെ കുറേ സംഭവങ്ങളുണ്ട്. ഓരോ സ്റ്റേഡിയത്തിൻ്റെ 3D എന്താ പറയുക ഒരു പ്രിൻ്റ് തന്നെ അവിടെ ഉണ്ട്. അതേപോലെ കുറേ ബുക്കുണ്ട്.
അടുത്ത വീഡിയോയിൽ